Hi everyone, this is me Gayatri Prakash and welcome to my page. എല്ലാവർക്കും എൻ്റെ പേജിലോട്ട് സ്വാഗതം. സോ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകാമെന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് വീഡിയോനകത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നവംബർ 6 തീയതിയുള്ള OET എക്സാമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി OET റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വന്നേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു ദർ വാസ് എ 2 ടാസ്ക് ആണ് OET റൈറ്റിങ്ങിൽ ചോദിച്ചത് നവംബർ 6 തീയതി. അതിനകത്ത് ഒരു ടാസ്ക് ആണെങ്കിൽ നോൺ കേസും മറ്റൊരു ടാസ്ക് ആണെങ്കിൽ അൺനോൺ കേസായിട്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. സോ ആൾറെഡി ഞാൻ നോൺ കേസിനെ കുറിച്ച് ജോലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചായിരുന്നു എൻ്റെ ലാസ്റ്റ് വീഡിയോനകത്ത്. സോ ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് എ അൺനോൺ കേസാണ്. ഓക്കെ, സോ പേഷ്യൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ പേരാണെങ്കിൽ പൗൾ കെറി ആണ്. ഹീ ഈസ് എ 17 years ഓൾഡ് പേഷ്യൻ്റ് ആണ്. ഇറ്റ്സ് എ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്. സോ ഈ ലെറ്റർ ആരാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്കൂൾ ഹെൽത്ത് നേഴ്സാണ് എഴുതുന്നത് ടു എ ലോക്കൽ GP. സോ ലോക്കൽ GP എന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ വിചാരിക്കും മേ ബി ഇത് പേഷ്യൻ്റെ ഓൺ GP ആയിട്ട് ഇരിക്കുമോ. അവിടെയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. സോ ഒരു ലെറ്റർ കിട്ടുമ്പോൾ നമുക്ക് വായിക്കണം പേഷ്യൻറ്റിൻ്റെ ഓൺ GP ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ല പേഷ്യൻറ്റിനെ പുതിയതായിട്ട് ഒരു GPനോട് നമ്മൾ റെഫർ ചെയ്യുവാണോ എന്ന്. അപ്പോൾ ഇവിടെ ലോക്കൽ GPന് കൊടുത്തേക്കുക. പിന്നെ പേഷ്യൻ്റ് ഡീറ്റെയിൽസിൽ അവർ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ഹാസ് നോ GP, ഫാമിലി GP, പേഷ്യൻ്റെ GP ഇല്ല. പിന്നെ അത് അല്ലാതെ പേഷ്യൻ്റെ സിംഗിൾ പാരൻ്റ് ആണ്. ഹീസ് ഹാവിങ് ഓൺലി മദർ ആൻഡ് എയ്തർ മദർ മേ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ല വിഡോ ആയിരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. സോ ഇറ്റ്സ് എ സിംഗിൾ പാരൻ്റ് ആണ്. പേഷ്യൻ്റെ നോൺ കേസ് ഓഫ് ആസ്തമാവാണ്. അതിനു വേണ്ടി പേഷ്യൻ്റ് ഇൻഹേലർ എടുക്കുന്നുണ്ട്. പിന്നെ പേഷ്യൻ്റ് എസ്പെഷ്യലി പേഷ്യൻ്റ് ഈസ് ഹാവിങ് patient is having poor compliance with the medication regimen. So medicine മര്യാദയ്ക്ക് പേഷ്യൻ്റ് എടുക്കുന്നില്ല. At the age of 3 patient got croup ആണ്. സോ ഇവിടെ എന്തുകൊണ്ട് സ്കൂൾ ഹെൽത്ത് നേഴ്സ് പേഷ്യൻറ്റിനെ കുറിച്ച് ലോക്കൽ GPക്ക് എഴുതുവാന്ന് വെച്ചാൽ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദേ ആർ സസ്പെക്ടിങ് ദാറ്റ് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് patient is having tonsillitis and another condition is patient is having granular fever. സോ ഇതാണ് അവർ സസ്പെക്ട് ചെയ്യുന്നത് ബിക്കോസ് പേഷ്യൻ്റ് ഇസ് ഹാവിങ് ഇൻഫ്ലെയിംഡ് ടോൺസിൽ. അപ്പം സ്കൂൾ ഹെൽത്ത് നേഴ്സ് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയത് പേഷ്യൻ്റെ ഇൻഫ്ലെയിംഡ് ടോൺസിലാണ്. പിന്നെ പേഷ്യൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് കുഡ് ബി എ ഗ്രാനുലർ ഫീവർ ആയിട്ട് ഇരിക്കാം. സോ ദേ ആർ സസ്പെക്ടിങ് ദാറ്റ് പേഷ്യൻ്റ് ഇസ് ഹാവിങ് ദിസ് തിങ്സ്. സോ ദാറ്റ് ബൈ ദേ ആർ റെഫറിങ് ദ പേഷ്യൻ്റ് ടു ദ local GP in terms of to assess the patient condition and confirm the diagnosis. At the same time, there may be a possibility for the patient to undergo for a tonsillectomy procedure. അതിന് വേണ്ടിയാണ് ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. സോ അപ്പം ഇവിടെ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ആണെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് സ്കൂൾ ഹെൽത്ത് നേഴ്സിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. because of the multiple reasons, because of the multiple health elements ne vechu patient school health nurse ne multiple times visit ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ recurrent absenteeism also is there. ആൻഡ് പേഷ്യൻ്റിനുള്ള കാര്യങ്ങളെക്കുറിച്ച് മദർക്ക് അത്രയ്ക്കും ബോധമല്ല. മദറാണെങ്കിൽ അത്രയും കെയർ ചെയ്യുന്നില്ല പേഷ്യൻറ്റിനെ കുറിച്ച്. സോ ദാറ്റ്സ് വൈ സ്കൂൾ ഹെൽത്ത് നഴ്സസ് ടേക്കിംഗ് ആൻ ഇനിഷ്യേറ്റീവ് ആൻഡ് ദെൻ റൈറ്റിംഗ് എ ലെറ്റർ ടു എ ലോക്കൽ GP ഫോർ ദ പേഷ്യൻറ്റ്. ഓക്കെ, സോ ഞാൻ പിന്നെയും കൂടെ പറയാം. പേഷ്യൻ്റെ പേര് പോൾ കെറി ആണ്. 17 years ഓൾഡ് പേഷ്യൻ്റ് ആണ്. പേഷ്യൻ്റ് ഹാസ് നോ ഫാമിലി GP ആൻഡ് പേഷ്യൻ്റ് മദർ ഇസ് എ widower or divorcee. I don't know what it is exactly, but he has a single parent and patient mother is not that much bothered about the patient's condition, and patient is having the history of croup at the age of 3, and patient is having a recurrent absenteeism also in the school record. Also patient has visited the school health nurse for the multiple times due to multiple health elements. At the same time പേഷ്യൻ്റ് ഇപ്പം പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് പേഷ്യൻ്റ് എന്ത് കംപ്ലയിൻ്റ് കൊണ്ട് വന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് presented to the school health nurse with a sore throat, headache, and also patient feels tired and vomiting and increased fever. So when the school health nurse done the assessment, she came to know that the patient may have tonsillitis and granular fever. So thereby she is writing a letter to a local GP because patient does not have a family GP. അതുകൊണ്ടാണ് ഈ നേഴ്സ് ആണെങ്കിൽ ലെറ്റർ വന്ന്
ലോക്കൽ ജി പിക്ക് വേണ്ടി എഴുതുക. അപ്പോൾ ഹൗ വിൽ യു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ? സോ ഇവിടെ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ബിക്കോസ് ഇറ്റ് ഈസ് എ അൺനോൺ കേസാണ്. അൺനോൺ കേസിന് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു റൈറ്റ് എ ഇൻട്രൊഡക്ഷൻ ആൻഡ് പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് യു ഹാവ് ടു മസ്റ്റ് include the social background of the patient and then recommendation paragraph. So in this letter, how you will write the introduction? So you can write the introduction, I am writing to refer, because you are newly referring this patient. So I am writing to refer Mr. Carey, who is suspected to have tonsillitis and granular fever. He requires your further assessment and treatment. Okay, so he requires your further assessment and treatment. So അതിന് വേണ്ടിയാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അതാണ് പർപ്പസ്. ദെൻ കമ്മിങ് ടു ദ പോയിന്റ് ഓഫ് പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി. സോ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിനെ കേരി ഏതാണ്, കേരിക്ക് എന്തൊക്കെയാണ് പ്രോബ്ലങ്ങൾ ഉള്ളത്, വാട്ട് ഈസ് ദ പ്രസന്റ് കംപ്ലൈൻറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് വാട്ട് ഈസ് ദ അസസ്മെൻറ്റ് ആൻഡ് വാട്ട് വാസ് ദ ട്രീറ്റ്മെൻറ്റ് ഹാസ് ബീൻ ഗിവൻ ഫോർ ദ പേഷ്യൻറ്റ് ബിഫോർ ആൻഡ് വാട്ട് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. So that everything has to be elaborated in the present medical history paragraph. And coming to the point of your social background, Kerry raised by a single parent and mother is not bothered about the condition of Kerry, and Kerry has a history of croup at the age of 3. At the same time, in the April 28, 2012, he had the same signs and symptoms such as sore throat, headache, and because of that he had a recurrent absenteeism also. And he visited the whole school health nurse for the multiple times due to the same reasons. So അതൊക്കെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ പറയുന്ന ഒരു പാരഗ്രാഫാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പാരഗ്രാഫ് എന്ന് പറയും. Then coming to the point of the recommendation. So when you're writing a recommendation paragraph, you will write, I would be greatly appreciated if you could take over Mr. Carey for the further treatment and management. അങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. സോ യു ക്യാൻ റൈറ്റ് most importantly it is important to think about the possibility of tonsillectomy if required. So they can just, if they require tonsillectomy, he can go for the tonsillectomy also. So the doctor can think about it, that one also. So we are going to write the letter. So because it is a completely unknown case, so unknown case nu parayumbol thanne we have to include all the history about your patient, and you are writing in a very elaborated way. Mainly you have to give focus on the patient present medical history, because you are writing to the doctor. So the doctor must know what is your patient condition, what is your patient social background, what is your patient past medical history, so that everything has to be included in that ലെറ്റർ. ഇങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതാൻ പോകുന്നത് അൺനോൺ കേസ് ലെറ്റർ ആണെങ്കിൽ. ഓക്കെ, അപ്പം ഈ നവംബർ 6 വന്ന എക്സാമിനായിട്ട് വന്ന OET റൈറ്റിംഗ് ടാസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഈ ടാസ്കും ഈ ലെറ്ററിൻ്റെ കാര്യങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും OETനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്ന ആഗ്രഹമുള്ളവർക്കും പിന്നെ OET പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കണം വിചാരിക്കുന്നുണ്ട്. സോ കൂടുതൽ കാര്യങ്ങൾ അറിയണം, എനിക്ക് OET പഠിക്കണം, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണം, എനിക്ക് OET റൈറ്റിങ്ങിനെ എനിക്ക് എഴുതാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ വിചാരിക്കുന്നവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരും താഴെ കൊടുത്ത നമ്പറിലോട്ട് വിളിക്കുക, പെട്ടെന്ന് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അൺടിൽ ദെൻ ബൈ ബൈ.